എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിമത വിഭാഗം. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നുവെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ സർക്കാർ നിയോഗിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത്. വൈദികരെ വലിച്ചിഴച്ചതിനെതിരെ ഡിജിപിക്കും കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. എറണാകുളം ബസിലിക്കയിലെ വൈദികരുടെ നിരാഹാര സമരത്തിൽ പോലീസ് ബലം പ്രയോഗിച്ചെന്ന് വൈദികരും ആരോപിച്ചു. അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വരേക്കും പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. എന്നെ ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്നെ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. 2 കൈകളും 2 കാലുകളും പിടിച്ച് 2 കൈമേയും കാലുമേയും പിടിച്ച് വലിച്ചഴിച്ച് അവർ വരെ കൊണ്ടുവന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിമത വിഭാഗം. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നു എന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആരോപിച്ചു. സർക്കാർ നിയോഗിച്ചത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വൈദികരെ വലിച്ചിഴച്ചതിനെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. എറണാകുളം ബസിലിക്കയിലെ വൈദികരുടെ നിരാഹാര സമരത്തിൽ പോലീസ് ബലം പ്രയോഗിച്ചെന്ന് വൈദികരും ആരോപിച്ചു. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, ഇതൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്? കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിമത വിഭാഗം. ബസിലിക്ക പള്ളിക്ക് മുന്നിലാണ് സംഭവമുണ്ടായത്. രാത്രി സമാധാനമായി കിടന്നുറങ്ങിയ വൈദികരെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു എന്നാണ് വൈദികർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഉറങ്ങിയ വൈദികരെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് വൈദികർ പറയുന്നത്. ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റ് അടക്കം തല്ലിപ്പൊളിച്ചാണ് വൈദികരെ ഗേറ്റിന് സമീപത്തേക്ക് എത്തിച്ചത് എന്നുള്ള ആരോപണവും വൈദികർ ഉയർത്തുന്നുണ്ട്. എന്തായാലും സംഘർഷ സാധ്യതയാണ് കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ നിലനിൽക്കുന്നത്.